ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശൻ അങ്ങനെ കിടക്കാണ്, കരഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കാണ്, ക്ഷീണം കാരണം. അവിടേക്ക് ഒരു ഗ്ലാസ് ചായയായിട്ട് ലക്ഷ്മി അമ്മ വരുന്നുണ്ട്. പ്രകാശേട്ട എന്ന് പറഞ്ഞ് വിളിക്കാണ്. പ്രകാശൻ എഴുന്നേൽക്കുന്നുണ്ട്. ഇന്ന് പ്രകാശേട്ട ചായ കുടിക്കേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ചായ നീട്ടുവാണ്. ആ സമയത്ത് പ്രകാശൻ ചായ മേടിക്കുന്നുണ്ട്. ശേഷം പഴയ കാര്യം ആലോചിച്ചു പോവാണ്. 10-20 വർഷം മുമ്പത്തൊരു കാര്യം. അന്ന് ദീപ ഒരു ഗ്ലാസ് ചായ ഇട്ട് പ്രകാശിന്റെ അടുത്തേക്ക് വന്ന്, പ്രകാശേട്ടാ ഇതാ ചായ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോ പ്രകാശൻ ആ ചായ മേടിച്ചിട്ട് വലിച്ചു കുടിച്ചതിന് ശേഷം ഒരു ഒറ്റ തുപ്പലാണ്. എന്നിട്ട് ആ ചൂട് ചായ ദീപയുടെ മുഖത്തേക്ക് ഒഴിച്ചു. ദീപ പെട്ടെന്ന് പൊള്ളി ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ കരയുമ്പോഴേക്കും അങ്ങോട്ട് പൊള്ളിപ്പോയി അവൾക്ക്. പിന്നെ ഈ ചായക്ക് ചൂടുമില്ല, മധുരമില്ല, ഒന്നുമില്ല. എന്നിട്ട് അവളുടെ ഒരു ആക്ടിങ്, പൊള്ളിയ പോലത്തെ ഒരു ആക്ടിങ്. എടി നീ എന്താണ് പറഞ്ഞത്? എന്റെ മോനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്നോ? നിന്റെ മോളെ പഠിപ്പിക്കണമെന്നോ? അങ്ങനെ പറയാ നിനക്ക് എങ്ങനെ തോന്നിയടി? അവളെ പഠിക്കണ്ടടി. എന്റെ മോനാ രാജാവാൻ പോണത്. എന്റെ മോനാടി എല്ലാം ബെസ്റ്റ്. അവനാണ് പഠിച്ച് മിടുക്കനാവേണ്ടത്. അവൾ അവളുടെ മോളെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. പോടി ഇതിന്റെ ചായയും കോപ്പുമായിട്ട് എന്ന് പറഞ്ഞ ദീപനെ ആട്ടി വിട്ടത് ആലോചിക്കാട്ടോ പ്രകാശൻ. ലക്ഷ്മി അമ്മ ചോദിക്കണ്ട്, എന്താ പ്രകാശേട്ടാ ആലോചിക്കുന്നത്? ചായയുടെ ചൂടാറും എന്ന് പറയാണ്. ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചു പോയതാ ലക്ഷ്മി. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് മിക്കപ്പോഴും ദീപ ചായ ഇട്ട് തരുമായിരുന്നു. ചായ കൊണ്ടുവരുമ്പോൾ ആ തിളച്ച ചായ അവളുടെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കുമായിരുന്നു. അവളുടെ മോളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് ഒരുപാട് ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ കൂടെ തന്നെ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു അവളുടെ മോൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അന്നൊന്നും അവളുടെ സ്നേഹമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ അവളുടെ സ്നേഹം മനസ്സിലാക്കിയപ്പോഴേക്കും അവൾ എന്നെ വിട്ടു പോവുകയും ചെയ്തില്ലേ എന്ന് പറയാണ്. അതിനുശേഷം പ്രകാശം പറയണ്ട, എന്നാലും ലക്ഷ്മി ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇവളെ പോലത്തെ ഒരു മുറിവല്ലേ എനിക്കും കൊണ്ടത്. പക്ഷെ ആ കത്തിക്കുത്ത് കൊണ്ടപ്പോ ഞാൻ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാ ദീപ രക്ഷപ്പെടാത്തത് ലക്ഷ്മി എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. ലക്ഷ്മി പറയുന്നുണ്ട്, പ്രകാശേട്ടനെ കുത്തിയത് ഗംഗപ്രസാദിന്റെ ഗുണ്ടകളാണ്. പക്ഷെ ദീപനെ കുത്തിയത് ഗംഗപ്രസാദാണ്. ഗംഗപ്രസാദിന് അറിയാം എവിടെ എങ്ങനെ കുത്തിയാലാണ് ഒരാളുടെ ജീവൻ എടുക്കാൻ പറ്റാന്ന്. അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ദീപനെ കുത്തിയത്. അതുകൊണ്ട് ദീപക്ക് മരണം സംഭവിച്ചതും എന്ന് പറയുമ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളെവിടെ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ കല്യാണി മോള് റൂമിലിരുന്ന് കരച്ചിൽ തന്നെയാണ്. മോളാ പറഞ്ഞത് അച്ഛനെ ആശ്വസിപ്പിക്കണമെന്ന്. കണ്ടില്ലേ, മോള് കരയാണെങ്കിലും എന്റെ കാര്യങ്ങൾ മാത്രം അവളുടെ മനസ്സിലെ വിചാരം. കിരൺ മോനോ എന്ന് ചോദിക്കുമ്പോൾ മോൻ പുറത്തുണ്ട്, കല്യാണി മോളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുവാണ് എന്ന് പറയാണ്. എന്ത് ചെയ്യാനാണ്? ദീപ അവളങ്ങോട്ട് ദൈവം എടുത്തില്ലേ. വല്ല അസുഖം വന്ന് മരിച്ചു പോയെങ്കിലും ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇത് പെട്ടെന്ന് ഒന്ന് മരിച്ചു പോയപ്പോ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ആകെ വിഷമത്തിലിരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ചടങ്ങുകളാണ് കാണിക്കണം. ദീപയുടെ സഞ്ചയനത്തിന്റെ ചടങ്ങുകളാട്ടോ. അങ്ങനെ എല്ലാവരും എന്താണ് ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കല്യാണിയാണ് അവിടെ ഇരുന്ന് ചടങ്ങൊക്കെ ചെയ്യണത്. ചടങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പൂജാരി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, കടലിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് കുട പുറകിലേക്ക് എറിയണം. എന്നിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം എന്നൊക്കെ പറയാണ്. കല്യാണി അത് കേൾക്കുന്നുണ്ട്. ദീപയുടെ ആ ഒരു ഇതൊക്കെ എടുത്തിട്ട് കല്യാണി കടലിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ചടങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കല്യാണി തിരിച്ചു കയറി വരുമ്പോൾ കല്യാണിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാട്ടോ. കല്യാണി ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇറങ്ങി വരുന്നത്. വന്ന് വരുമ്പോ തന്നെ കിരണിനൊന്ന് നോക്കുവാണ്. കിരണിനോട് പറയണ്ട്, കിരണേട്ടാ ഇത് വരാം, ഞാനൊരാളെ നശിഞ്ഞ് കാണണമെന്നോ ഒരാളില്ലാതായി കാണണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയാ, ആ ഗംഗപ്രസാദ് ഇല്ലാതാവണം. അവന് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് പറയാണ്. ഞാൻ ചടങ്ങുകൾ ചെയ്യുന്ന സമയത്ത് ഈ ചടങ്ങുകൾ കൊണ്ടൊന്നും എൻ്റെ അമ്മക്ക് ശാന്തി കിട്ടിയിട്ടില്ല കിരണേട്ടാ. എൻ്റെ അമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഗംഗപ്രസാദിന് ശിക്ഷ കിട്ടണമെന്ന്. എങ്കിൽ മാത്രമേ അമ്മക്ക് സമാധാനവും ശാന്തിയും കിട്ടുള്ളൂ. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഗംഗപ്രസാദിന് ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകാട്ടോ. കല്യാണിന്റെ ആ പാവൊക്കെ കാണുമ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട് നിന്ന് പോകാണ്. ശേഷം കല്യാണി പോകുന്നുണ്ട്. എല്ലാവരും കല്യാണിന്റെ പുറകിലേക്ക് പോകാട്ടോ. പിന്നീട് കാണിക്കുന്നത് കിരണും അതുപോലെ തന്നെ ബൈജുവും രതീഷും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാട്ടോ. ആ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, കല്യാണി ഇതുവരെ ഒരാൾ നശിഞ്ഞ് കാണണമെന്ന് പറഞ്ഞിട്ടില്ല. അവള് ഗംഗപ്രസാദിന് ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. ഗംഗപ്രസാദിന് ഒരുപാട് പ്രാവശ്യം ശിക്ഷ കിട്ടിയതാണ്. പക്ഷെ അവൾ ഉദ്ദേശിച്ച ശിക്ഷ മരണശിക്ഷയാണ്. അവള്
അവള് ആദ്യമായിട്ടാ അങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അതെനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയാണ്. കിരണിന്റെ അടുത്ത് പറയേണ്ട രതീഷും ബൈജും കിരണിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാണ്. കിരൺ പറയണ്ട ഇവിടുത്തെ എസ്ഐന് അച്ഛനെ പരിചയമുള്ളതാണ്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഗംഗപ്രസാദിനെ കണ്ടു കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാര് അതിന് എന്നെ അറിയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ തേടി പിടിച്ച് കണ്ടെത്തണം. അഥവാ പോലീസുകാർക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ നാട് പരിശോധിച്ച് അവനെ കണ്ടെത്തി അവനെ ഇല്ലാതാക്കണം, എങ്കിലേ സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബൈജു പറയുന്നുണ്ട്. എല്ലാ അളിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാർത്തിക ചേച്ചിയുടെ നിശ്ചയമായോണ്ടല്ലേ ഗംഗപ്രസാദ് ഇങ്ങനത്തെ തെമ്മാടിത്തരമൊക്കെ കാണിച്ചത്? അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് പരീക്ഷിച്ചാലോ? കാർത്തിക ചേച്ചിയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞാലോ? അപ്പോ കാർത്തിക ചേച്ചിനെ അന്വേഷിച്ചില്ലെങ്കിൽ ദിലീപേട്ടനെ അന്വേഷിച്ച് അവനവിടെ എത്തുമല്ലോ, അപ്പൊ അവനെ കണ്ടുപിടിക്കാലോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നീ പറഞ്ഞ നല്ല ഐഡിയ ആടാ, പക്ഷെ അത് എത്രമാത്രം നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിനെ കല്യാണി സമ്മതിച്ചാലും കാർത്തിക സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ ഇന്ന് എസ്ഐനെ കണ്ടുവരാം, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ബൈജു രതീഷിനോട് പറയുന്നുണ്ട്, രതീഷ് അളിയ, കിരണിന്റെ ഭാവമാറ്റമൊക്കെ കണ്ടില്ലേ? കിരണളിയനും കല്യാണിയും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ഇത് നമുക്ക് എന്തായാലും നടത്തിക്കൊടുത്തേ പറ്റൂ. നമുക്കൊക്കെ ഒരു ജീവിതം തന്നത് കിരണളിയനും കല്യാണിയാണ്. അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യം നമുക്ക് നടത്തി കൊടുത്തേ പറ്റൂ. അതേടാ, തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. കിരണിന്റെ സാറിന്റെ മുമ്പിൽ പെടുന്ന മുമ്പ് നമ്മുടെ മുമ്പിലാണ് അവൻ പെടണേന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ കൊന്നു കളയണം. അവനെ മാത്രമല്ല, വേറൊരുത്തരുണ്ടല്ലോ ജയിലില്, അമ്മ മരിച്ചിട്ട് കാണാൻ പോലും വരാത്ത ഒരുത്തൻ, അവനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും, ആ വിക്രം എന്ന് പറഞ്ഞവനെ എന്നും രതീഷ് പറയണം കേട്ടോ. ശേഷം കിരൺ നേരെ എസ്ഐന്റെ അടുത്തേക്ക് പോവാണ്. എസ്ഐ പറയണ്ട, ഇതാര് കിരൺ സാറോ, വാ വന്നിരിക്കുന്നു പറയാണ്. സാറേ, എന്തായി അന്വേഷണം? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, അവൻ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ പോലീസുകാരൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തതാണ്. അവിടെ നിന്ന് പോലീസുകാരൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. എന്തുകൊണ്ട്, എന്തുപയോഗമാണ് സാർ ഉണ്ടായത്? കല്യാണിക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടില്ലേ? ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് സാർ അവിടെ വന്നതല്ലേ? കല്യാണിന്റെ കരച്ചിൽ കണ്ടതല്ലേ? അവൾക്ക് താങ്ങും തണലായിട്ടുള്ള ഒരു അമ്മയാണ് നഷ്ടമായത്. അതുകൊണ്ട് മാത്രമല്ല, ഗംഗപ്രസാദ് എന്ന് പറഞ്ഞൊരു ജീവനോട് ഇരിക്കാനേ യോഗ്യനില്ലാത്തവനാ. അവനെ 2 പ്രാവശ്യം ഞാനാണ് സാറിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അന്ന് അവനെ ഇടിച്ചു കൂട്ടുന്ന സമയത്ത് അവനെ കൊന്നു കണ്ടിട്ട് തന്നെങ്കിലും കുഴപ്പമുണ്ടായില്ല. ഇത് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, കിരണെ, ഇനി അവനെ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കിരണിന്റെ വിവരം അറിയിക്കാം. സാറേ, ഒരു കാര്യം ചെയ്തൂടെ, അവനെ കണ്ടു കിട്ടാണെന്നുണ്ടെങ്കിൽ അവനെ കൊന്നു കളഞ്ഞൂടെ? കിരൺ, സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്. പക്ഷെ ഇവനെ പോലത്തുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കിരൺ സാറിന്റെ കൺമുമ്പിലാണ് അവനെ ആദ്യം കാണുന്നുണ്ടെങ്കിൽ കിരൺ സാറെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളെല്ലാവരും കൂടെ തന്നെയുണ്ട്. അവനെ കൊല വിളിച്ചാലും ഒരു കുഴപ്പമില്ല. ആ കേസ് എങ്ങനെ തിരിമറി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൻ അന്വേഷിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കിരൺ സാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. അവനെ കൊന്നാലും അവനെ മരണം പോലെ കിടപ്പിലാക്കി ഇട്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാം കിരൺ സാറിന്റെ കല്യാണി മേഡത്തിന്റെയും കൂടെയുണ്ട് എന്ന് എസ് എ പറയുമ്പോൾ കിരൺ അത് വലിയൊരു ആശ്വാസമാവാണ്. കിരൺ പറയണ്ട, എന്തായാലും അവന് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്റെ കയ്യിലാ കിട്ടണമെങ്കിൽ ആ വിധി ഞാൻ തന്നെ നടത്തും എന്ന് കിരൺ പറയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.